السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാർ, നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു ഹദീസ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട 3 അടിസ്ഥാനങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. عن أنس بن مالك رضي الله عنه قال قال النبي صلى الله عليه وسلم أما إني لأخشاكم لله وأتقاكم له فأصوم وأفطر وأصلي وأرقد وأتزوج النساء فمن رغب عن سنتي فليس مني. رواه البخاري ومسلم. ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹായ ഹദീസാണ് ഓതി കേൾപ്പിച്ചത്. ഈ ഹദീസിന്റെ മുമ്പ് ഈ ഹദീസ് പറയാനുണ്ടായ ഒരു പശ്ചാത്തലം ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഉസ്മാന്റെ വീട്ടിലേക്ക് 3 ആൾക്കാർ വന്നു, സഹാബാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട. ആ 3 ആൾക്കാർ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സംബന്ധിച്ച് ചോദിച്ചു, എങ്ങനെയാണ് റസൂലിന്റെ ജീവിതം എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി, ഇബാദത്തിന്റെ രീതി എന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ആ സമയം അന്ന് 3 ആൾക്കാരെ 3 ശപഥങ്ങൾ ചെയ്യാൻ, 3 തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഒന്നാമത്തെ ആള് പറഞ്ഞു, ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും നോമ്പെടുക്കും, നോമ്പില്ലാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകൂല. രണ്ടാമത്തെ ആള് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും രാത്രി മുഴുവനായി നിന്ന് നമസ്കരിക്കും, ഉറങ്ങൂല എൻ്റെ ജീവിതത്തിൽ. മൂന്നാമത്തെ ആള് പറഞ്ഞു, ഞാൻ സ്ത്രീകളെ കല്യാണം കഴിക്കൂല, സ്ത്രീകളെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കി ബ്രഹ്മചാരിയായി ജീവിക്കാൻ പോവാണ് എന്നിങ്ങനെ 3 തീരുമാനങ്ങൾ അവരെടുത്തു. അവരെടുക്കേണ്ട കാരണം റസൂലുള്ളാഹി തങ്ങളുടെ ഇബാദത്തും കാര്യങ്ങളൊക്കെ കുറിച്ച് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലൊരു പേടി തോന്നി. അവർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപിൻ പാപങ്ങൾ പൊറുപ്പിക്കപ്പെട്ട വ്യക്തിയാണ്, എന്നിട്ട് കൂടി റസൂൽ ഇത്രത്തോളം അമൽ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ ചെയ്യണം എന്നൊരു ആശയമാണ് അവരിത് പറയാൻ പ്രേരിപ്പിച്ച ഘടകം. അവർ തിരിച്ചുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കാര്യങ്ങൾ പറഞ്ഞു. 3 ആൾ വന്നിരുന്നു, അവർ ഇന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ശപഥം ചെയ്തിട്ടാണ് തിരിച്ചു പോയത് എന്ന്. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങളെ വിളിച്ചുകൂട്ടാൻ കൽപ്പിക്കുകയും എന്നിട്ട് റസൂലുള്ളാഹിയുടെ പള്ളിയുടെ മിമ്പറിൽ കയറി റസൂൽ പറഞ്ഞ കാര്യമാണ് ഈ ഹദീസ്. അല അമാ ഇന്നി ലഅഖ്ശാകും ലില്ലാഹ്, തീർച്ചയായും പ്രിയമുള്ളവരെ നിങ്ങൾ അറിയണം, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അത് ഞാനാണ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ വഅത്ഖാകും ലഹു, ഏറ്റവും കൂടുതൽ തഖ്വയുള്ളതും എനിക്കാണ് നിങ്ങളുടെ കൂട്ടത്തിൽ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ പറഞ്ഞു കൊടുക്കണം. എന്നാലും ഞാൻ അള്ളാഹിനെ പേടിക്കുന്നുവെങ്കിലും തഖ്വ മുറുകെ പിടിക്കുന്നുവെങ്കിലും അസൂമു വഉഫ്തിർ, ഞാൻ ചില ദിവസം നോമ്പെടുക്കും, ചില ദിവസം നോമ്പ് ഒഴിവാക്കും. അതേപോലെ തന്നെ ഉസല്ലി വഅർഖുദ്, ഞാൻ ഖിയാമുൽ ലൈൽ നിസ്കരിക്കുകയും ചെയ്യും, ബാക്കിയുള്ള സമയം ഉറങ്ങുകയും ചെയ്യും രാത്രി. അതായത് മുഴുവനായി നിസ്കരിച്ചിട്ടില്ല, കുറച്ച് ഉറങ്ങും, കുറച്ച് നിസ്കരിക്കും. അതേപോലെ അതസവ്വജു നിസാ, ഞാൻ കല്യാണവും കഴിച്ചിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയും, ഫമൻ റഗിബ അൻ സുന്നതി, എന്നെ ആരെങ്കിലും എൻ്റെ സുന്നത്തിൽ നിന്നും വിമുഖത കാണിക്കുന്നുവെങ്കിൽ, അതായത് മാറിപ്പോകുന്നുവെങ്കിൽ, ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല. ഇതാണ് ഹദീസ്. ഈ ഹദീസിൽ നിന്ന് 3 പ്രധാനപ്പെട്ട പാഠങ്ങളാണ് പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിലൊന്നാമത്തത്, ദീൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളതാണ്. നമ്മൾ ഒരിക്കലും ദീനിൽ കടുംപിടുത്തം കാണിക്കാൻ പാടില്ല. മറിച്ച് ദീൻ അദ്ദീനു യുസ്റുൻ സദ്ദിദു വഖാരിബു, മിതത്വം പാലിക്കണം എപ്പോഴും. അതൊരു അസ്ലാണ്. എപ്പോഴും നമ്മൾ മിതത്വം പാലിക്കണം. മിതത്വം എന്ന് പറഞ്ഞാൽ എന്താ?
ഓവറാകാനും പാടില്ല, ലോ ആകാനും പാടില്ല. മുതവസ്സിത്തായ അവസ്ഥയിൽ, മുഅ്തദിലായ അവസ്ഥയിൽ മുന്നോട്ട് പോകേണ്ടതാണ് ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദീനു യുസ്റുൻ, ദീൻ വളരെ എളുപ്പമുള്ളതാണ്. ലൻ യുശാദ്ദദ്ദീനു അഹദുൻ ഇല്ലാ ഗലബഹു, ആരാണോ ദീന് ശിദ്ദത്ത് കാണിക്കുന്നത്, കടുംപിടുത്തം കാണിക്കുന്നത്, ദീൻ അവനെ അതിജയിക്കുന്നതാണ്. ഒരിക്കലും കടുംപിടുത്തം കാണിക്കാൻ കഴിയില്ല ദീനിൽ. കാരണം ദീൻ വളരെ എളുപ്പമുള്ളതാണ്. അത് മുഅ്തദിലായി പോകേണ്ട ഒരു കാര്യമാണ്. ചില ഹദീസുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട്, നിങ്ങൾ എപ്പോഴും, അത് ജീവിതത്തിലായാലും ദീനിലായാലും, നിങ്ങൾ മിതത്വം പാലിക്കണം, എവിടെ ഓവറാക്കാൻ പാടില്ല. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു സഹാബി വിരുന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാനിടയായി. വളരെ മുഷിന്ന വസ്ത്രം ധരിച്ചു, സൗന്ദര്യമൊന്നും ഇല്ലാതെ വളരെ ഒരു മോശപ്പെട്ട അവസ്ഥയിൽ ഭാര്യനെ കണ്ടപ്പോൾ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്റെ ഭാര്യനെ ഇങ്ങനെ വിട്ടതും? അപ്പോൾ ആ ഭാര്യ അദ്ദേഹത്തോട് പറയാണ്, ഞാൻ എല്ലാ ദിവസവും രാത്രി ചമഞ്ഞൊരുങ്ങി ഭർത്താവിൻ്റെ അടുക്കിലേക്ക് പോകും, പക്ഷെ അയാൾക്ക് എന്നെ ആവശ്യമില്ല. അയാൾ രാവിലെ നോമ്പുകാരനായിരിക്കും, രാത്രി മുഴുവൻ നിസ്കാരത്തിലും ആയിരിക്കും, പിന്നെ ഭാര്യന്റെ ആവശ്യമില്ലല്ലോ. ഇത് കേട്ടപ്പോൾ ആ സഹാബി അദ്ദേഹത്തെ വിളിച്ചിട്ട് ഉപദേശിച്ചു. ആ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം, നിന്റെ ശരീരത്തിനോടും നിന്റെ അവയവങ്ങളോടും നിന്റെ ഭാര്യയോടും നിനക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് നീ പൂർത്തീകരിക്കണം. അതാണ് ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി തങ്ങൾക്ക് മക്കളുണ്ട്, റസൂലുള്ളാഹി തങ്ങൾക്ക് പേരക്കുട്ടികളുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ നുബുവത്തിന്റെ ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ആളാണ്. ഈ സമുദായത്തിന്റെ മൊത്തം ഉത്തരവാദിത്തം റസൂലുള്ളാഹി തങ്ങളുടെ കൈകളിലാണ്. അതുമാത്രമല്ല, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി കൂടിയാണ്. എന്നിട്ടൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോടുള്ള, മക്കളോടുള്ള, പേരക്കുട്ടികളോടുള്ള സ്നേഹപ്രകടനത്തിലോ അവരോടുള്ള ബാധ്യതകളിലോ ഒരു വീഴ്ചയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുത്തിയിട്ടില്ല. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ അതെപ്പോഴും മിതത്വമായ അവസ്ഥയിൽ മുന്നോട്ട് പോകേണ്ടതാണ്. അത് ഏത് രൂപത്തിലാണെങ്കിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇന്റെ അന്ന് നടത്തിയ പ്രസംഗത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹു നിന്നും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങളാണ് ഭാര്യമാരെ സംബന്ധിച്ച് പഠിപ്പിച്ചത്. നിങ്ങൾ വസ്തൗസു ബിൻ നിസാഇ ഖൈറ, നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ 3 നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾ കടുംപിടുത്തം കാണിക്കുക, ഭാര്യന്റെ മുന്നിൽ വളരെ ശിദ്ദത്ത് കാണിക്കുക, അത് നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരം ചെയ്യൂല, ജീവിതത്തിൽ പ്രയാസങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. രണ്ടാമത്തത്, ഭാര്യയുടെ മുന്നിൽ വളരെ ലൂസാകുക, ഒന്നിനൊരു ശിദ്ദത്തില്ലാതെ, ഒന്നിനൊരു പരിമിതികളില്ലാതെ വളരെ ലൂസാക്കുക, അതും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കും. എന്നാൽ ആഖിറത്തിൽ ആ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. പിന്നെ മൂന്നാമത്തെ നിലപാട് എന്താ? മുഅ്തദിലായ അവസ്ഥയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ എന്ന് പഠിപ്പിച്ചത്. വസ്തൗസു ബിൻ നിസാഇ ഖൈറ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് മാന്യമായ രൂപത്തിൽ പെരുമാറുക. ഫഇന്നഹുന്ന ഖുലിഖ്ന മിൻ ദിലഇൻ, വളഞ്ഞ വാരിയല് കൊണ്ടാണ് ആ സ്ത്രീകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിൻ്റെതായ കുറവുകൾ അവർക്കുണ്ടാകും. ആ കുറവുകളൊക്കെ മാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം നല്ല രൂപത്തിൽ നിങ്ങൾ അവരോട് പെരുമാറുക എന്ന് മാത്രമല്ല, ഇനി നീ വഇൻ തുഖീമഹ കസർതഹ, നീ ആ വാരിയല് നേരെയാക്കാൻ പോയാൽ അത് പൊട്ടും. അത് പൊട്ടൽ തലാഖിലൂടെ അവസാനിക്കുന്നതാണ് എന്ന്. അപ്പൊ എല്ലാത്തിലും ഒരു മിതത്വം നമ്മൾ പാലിക്കണം. കടുംപിടുത്തം കാണിച്ചാൽ അതിലൊരു നിലക്കും നമുക്ക് വിജയം കണ്ടെത്താൻ സാധ്യമല്ല. അത് ദീനിലായാലും ദുനിയാവിലായാലും. വേറെ ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ സഹാബാക്കളോട്, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ്, ആ സഹാബിയുടെ റസൂൽ പറയും, ലാ തകുൻ മിസ്ല ഫുലാൻ, നീ ഇന്ന വ്യക്തിയെ പോലെ ആകാൻ പാടില്ല. ആ വ്യക്തി യഖൂമുൽ ലൈൽ, ചില ദിവസം രാത്രി ദീർഘമായി നിന്ന് നമസ്കരിക്കും, ചില ദിവസം വയത്തുറക്കും, അത് ഒഴിവാക്കി കിടന്ന് ഉറങ്ങുകയും ചെയ്യും. നീ അങ്ങനെ ആകാൻ പാടില്ല. നീ എന്ത് ചെയ്യണം? മിതത്വം പാലിക്കണം. കുറച്ച് നിസ്കരിക്കുക, ഓവറായി നിസ്കരിച്ചിട്ട് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. മറിച്ച് മിതമായ രൂപത്തിൽ നിസ്കാരത്തെ നിലനിർത്തുക. അങ്ങനെ ഒരുപാട് ഹദീസ് വിഷയത്തിൽ കാണാം. വേറെ ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഇയ്യാകും വൽ ഗുലൂ, നിങ്ങൾ ദീനിൽ അതിരുവിടുന്നതിനെ സൂക്ഷിക്കണം. കാരണം ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലൂ ഫിദ്ദീൻ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായം നശിക്കാൻ കാരണം ദീനിൽ കടുംപിടുത്തം പിടിച്ചു എന്നുള്ളതാണ്, ദീനിൽ ശിദ്ദത്ത് കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മിതമായ നിലപാട് നമ്മൾ എപ്പോഴും സ്വീകരിക്കുക. ഇതാണ് ഒന്നാമത്തെ അസ്പെക്ട്. രണ്ടാമത്തത്, നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് റസൂലുള്ളാഹിയുടെ സുന്നത്ത് അനുസരിച്ച് കൊണ്ടായിരിക്കണം. ഇതൊരു അസ്ലാണ്, പഠിച്ചു വെച്ചോ.
അതായത് നമ്മള് റസൂലുള്ളാഹിയുടെ സുന്നത്തല്ലാത്ത, റസൂലുള്ളാഹിയുടെ ചര്യയില്ലാത്ത അമല് മല പോലെ ചെയ്താലും അതിലൊരു കാര്യമില്ല. അതിനേക്കാൾ ഖൈറ് റസൂലുള്ളാഹിയുടെ സുന്നത്തനുസരിച്ച് കൊണ്ട് കുറച്ച് അമൽ ചെയ്യലാണ്. റസൂലുള്ളാഹിയുടെ സുന്നത്തനുസരിച്ചുകൊണ്ട് ഇത്ര ചെയ്യുന്ന അമല് നിങ്ങൾ സുന്നത്തില്ലാതെ മലയോളം ചെയ്യുന്ന അമലിനേക്കാൾ ഉത്തമമാണ്. അത് മാത്രമേ സ്വീകരിക്കപ്പെടുകയുമുള്ളൂ. ദിവസം മുഴുവനും അമലുകൾ ചെയ്തു റസൂലുള്ളാഹിയുടെ ചര്യയില്ലെങ്കിൽ അതെല്ലാം നിഷ്ഫലമാണ്, ബാത്തിലാണ്. ഇതാണ് രണ്ടാമത്തെ അസ്ല്. മൂന്നാമത്തെ അസ്ല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്താലും അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയങ്കരമായത് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖൽ, നിത്യമായി ചെയ്യുന്ന ശീലങ്ങളാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, അതെത്ര കുറച്ചാണെങ്കിൽ. നിങ്ങൾ നിത്യമായി ചെയ്യുന്ന അമലാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം, അതെത്ര കുറച്ചാണെങ്കിൽ. ഒരു സഹാബി വന്നിട്ട് റസൂലിനോട് ചോദിച്ചു, റസൂലെ, ഞാൻ 3 ദിവസം, ഒരു ദിവസം കൊണ്ട് ഖത്തം ഓതി പൂർത്തിയാക്കട്ടെ? റസൂലൊന്നും വേണ്ട. ഈ സഹചര്യം 3 ദിവസം കൊണ്ടാക്കട്ടെ? റസൂലിനത് വേണ്ട. ഈ സമയത്ത് ആവേശമായിരിക്കും, നമുക്ക് ഓതാൻ പറ്റും. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഖുർആനേ ഉണ്ടാവൂല, അതൊരു ആവേശം കാണിക്കണ്ട. അപ്പൊ സാഹിബ് വീണ്ടും ചോദിച്ചു, 5 ദിവസം വേണ്ട, 7 ദിവസം, 7 ദിവസത്തിൽ ഒരു ഖത്തം പൂർത്തിയാക്കോ എന്ന് പറഞ്ഞു. വേറൊരു സഹാബി, അത് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, എന്നിട്ട് ചോദിച്ചു, റസൂലെ, എന്റെ സമ്പത്ത് മുഴുവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കട്ടെ? റസൂലിന് വേണ്ട. പകുതി? റസൂലിന് വേണ്ട. അപ്പം സുലുസ്, 1/3. റസൂൽ പറഞ്ഞു, അസ്സുലുസു വസ്സുലുസു കസീർ, 1/3 കൊടുത്താൽ മതി, ബാക്കി നിന്റെ അനന്തര അവകാശികൾക്ക് വേണ്ടി മാറ്റി വെക്കണം. അപ്പൊ ഒന്നിൽ ആവേശം കാണിക്കരുത്, അമിത കാണിക്കരുത്, കുറച്ച് ചെയ്യുക, അത് നിത്യമായി ചെയ്യുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിക്കുകയും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലായി പഠിപ്പിച്ചു തന്നിട്ടുമുള്ളത്. ഇന്ന് റമദാനാണെങ്കിലും ഇന്ന് റമദാൻ കഴിഞ്ഞാലും നമ്മൾ ചെയ്ത അമലുകൾ അത് എത്ര ചെറുതാണെങ്കിലും നിത്യമായി ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലും അമലിലും സമയത്തിലും ആരോഗ്യത്തിലും നല്ല ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഹദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.